കഴിഞ്ഞ ദിവസം ധീവര സമുദായത്തിന്റെ ദിനകരൻ സാർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ നമ്മൾ കണ്ടപ്പോൾ അങ്ങനെ ഒരു വിയോജിപ്പ് അവർ പറയുന്നുണ്ട്. NDAക്കാണ് ഇത്തവണ വിശ്വാസം അർപ്പിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഒരുപക്ഷെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി മത്സ്യത്തൊഴിലാളി യൂണിയന്റെ തന്നെ അല്ലെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു, സെക്രട്ടറിയാണ് ഇപ്പോഴും. അത് പിന്നെ ധീവരസഭയുടെ നേതാക്കന്മാരായിട്ടുള്ള ഏതാനും ചില ആൾക്കാർ എത്ര കാലമായിട്ട് മാറിയും തിരിഞ്ഞും BJPക്കും കോൺഗ്രസിനും വേണ്ടി പറയുന്നുണ്ട്. പക്ഷേ സമുദായമൊക്കെ ആയിരിക്കും, പക്ഷെ ആ തൊഴിലാളി ഉണ്ടല്ലോ, ഇവർ പറഞ്ഞാലൊന്നും കേൾക്കുന്നവരല്ല. കാരണം മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഇത്രയധികം മാറ്റമുണ്ടാക്കാൻ വേണ്ടി ഇടപെട്ടിട്ടുള്ള ഒരു ഗവൺമെൻറ്റും ഉണ്ടായിട്ടില്ല എന്നുള്ള തിരിച്ചറിവൊക്കെയുണ്ടല്ലോ. നേരെ മറിച്ച് ധീവരസഭയുടെ ഏതെങ്കിലും ഒന്നോ രണ്ടോ നേതാക്കന്മാർക്ക് എന്തെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ അതെല്ലാം ആ സമുദായത്തിൽപ്പെട്ട തൊഴിലാളി അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അനുസരിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത് എന്ന് ധരിക്കുന്നതാണ് തെറ്റ്. ഇവിടെ മത്സ്യത്തൊഴിലാളി അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ശരി, ഏത് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും ശരി, ഒരു വർഗം എന്നുള്ള നിലയിൽ, മീൻപിടുത്തക്കാരൻ എന്നുള്ളൊരു വർഗം എന്നുള്ള നിലയിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പമാണ് മഹാഭൂരിപക്ഷവും. അത് വീണ്ടും തെളിയാൻ പോവുകയാണ്. ഇനി എന്താ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ ഗവൺമെൻറ് ചെയ്യാത്തതിനെക്കുറിച്ച് പറയൂ. അവർ തന്നെ പറയാത്ത ഒന്നുമില്ല. ഒരു നിയമസഭ പാസ്സാക്കുന്നത് ഇന്നാണോ? ആ നിയമത്തെ സംബന്ധിച്ച് ചർച്ചകൾ എത്ര എണ്ണം നടത്തിയതാണ്? എന്താ നിയമത്തിനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത? മീൻ പിടിച്ചുകൊണ്ട് വരുന്ന മീൻ തൊഴിലാളികൾക്ക് അവൻ്റെ മീൻ തൂക്കി കൊടുക്കാനുള്ള ഒരു അവസരം വന്നില്ലായിരുന്നെങ്കിൽ മത്സ്യത്തൊഴിലാളിക്ക് എന്ത് ലഭിക്കും? ആ നിയമത്തിനകത്തുള്ളതാണ്. അത് നിയമസഭയിൽ വന്നു, അതിനുശേഷം സബ്ജക്റ്റ് കമ്മിറ്റിക്ക് പോയി, എല്ലാ സംഘടനകളെയും വിളിച്ച് ചർച്ച ചെയ്ത് എല്ലാം തീരുമാനിച്ചിട്ടുള്ളതാണ്. ചൂഷണത്തിൽ നിന്നും മത്സ്യത്തൊഴിലാളികളെ കരകയറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ഫലപ്രദമായ നിയമത്തെയാണ് അവർ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഞാൻ ചോദിക്കട്ടെ, ഈ തീരദേശത്ത് കടലിൽ പോകുന്ന തൊഴിലാളികൾക്ക് അവരുടെ മക്കൾ 104 പേരിന്ന് ഡോക്ടർമാരുണ്ട് പൂർത്തീകരിച്ചവർ. എങ്ങനെയാണ് നടന്നത്? അവരെല്ലാം കാശ് കൊടുത്ത് വാങ്ങിയതാണോ? ഈ ഗവൺമെൻറ് നടപ്പിലാക്കിയ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലടക്കം മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കിട്ടിയാൽ അവർക്ക് പഠിക്കാൻ കഴിയുന്ന ഗവൺമെൻറ്റിൻ്റെ സഹായം കൊണ്ടല്ലേ അത് കഴിച്ചിട്ടുള്ളത്.